الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം സൂക്ഷിച്ച് ശ്രദ്ധയോടെ തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം, തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സംസാരിച്ചത്. ഒരു പുരുഷനും സ്ത്രീയും സമൂഹത്തിന്റെ അറിവോടെ അംഗീകാരത്തോടെ ഒന്നിച്ചു ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ സ്ത്രീയുടെ, പെൺകുട്ടിയുടെ പിതാവ് ഉത്തരവാദിത്വത്തോടുകൂടി ഒരു പുരുഷനെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു ജീവിതം തുടങ്ങണം. അപ്പോൾ അവിടെ ഒരു കുടുംബം രൂപപ്പെട്ടു, ഒരു സ്ഥാപനം അവിടെ ഉണ്ടായി. ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. ഒരു സ്ഥാപനം രൂപപ്പെട്ടു. ഇനി ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണം അത് വളരെ പ്രധാനമാണ്. അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ സുഗമമായ രൂപത്തിൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോകും. ഇല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നങ്ങളാണ്. കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലും ഒരുമിച്ച്, ദുനിയാവിൽ മരണം വരെ ഒന്നിച്ച് ജീവിക്കാനാണ്, സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാനാണ്, പരലോകത്തും ഒരുമിച്ച് ഒന്നിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി. അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക്, ആ രൂപത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് ഈ യാത്ര എളുപ്പമാകണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിലെ ഓരോ സ്റ്റെപ്പുകളുണ്ട്. അതിലെ ഒരു കാര്യമാണ് ഇതെന്ന് പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാൽ ഈ കുടുംബം എന്ന ഈ സ്ഥാപനം, ഇതിനൊരു നാഥനുണ്ട്. നാഥൻ വേണം. എല്ലാ സ്ഥാപനത്തിനും നാഥൻ വേണം. ഒരു പ്രൈമറി സ്കൂളാണെങ്കിൽ അതിനൊരു HM വേണം. ഒരു സ്കൂളാണെങ്കിൽ, ഒരു പഞ്ചായത്താണെങ്കിൽ ഒരു പ്രസിഡന്റ് വേണം. ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു ഓഫീസർ വേണം, സബ് ഇൻസ്പെക്ടറോ മറ്റോ. ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒന്നിലധികം ആളുകൾ ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ചുമതലക്കാരനുണ്ടാവും. ഒരു ചുമതലക്കാരനില്ലെങ്കിൽ എല്ലാവരുടെയും ചുമതല ആരുടെയും ചുമതല അല്ലാതാവുക എന്നതാണ്. അങ്ങനെയാണ്, എല്ലാവർക്കും ചുമതലയുണ്ട്. അപ്പൊ അവൻ ചെയ്യും, ഇവൻ ചെയ്യും, ആരും ചെയ്യും. അപ്പൊ ഒരു ചുമതല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ കുടുംബത്തിന്റെ ചുമതല ശരിക്കും പറഞ്ഞാൽ ആരാ? അതിൽ ഒന്നാമൻ ആരാണ്? അഥവാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുടുംബനാഥൻ ആരാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ
അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതെങ്കിൽ വളരെ കൃത്യമായ ഉത്തരം വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീയുടെ നാഥനും കുടുംബത്തിന്റെ നാഥനും പുരുഷനാകുന്നു. കുടുംബത്തിന്റെ നാഥൻ എന്ന ഉത്തരവാദിത്തം പുരുഷന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുമ്പോ ഈ പുതിയ കാലത്ത് നമ്മൾ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ച ചില ആളുകളൊക്കെ പറയും ഇതൊക്കെ വളരെ പ്രാകൃതമായ ഒരു പരിപാടിയാണ്. അത് അങ്ങനെ ഒരു പുരുഷാധിപത്യം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളെ അടിമകളാക്കുക, സ്വാതന്ത്ര്യം നിഷേധിക്കുക, എന്നിട്ട് അവിടെ ഏകാധിപത്യ സമഗ്രാധിപത്യ പരിപാടികൾ ഭരണമൊക്കെ നടക്കുക, അങ്ങനെ സ്ത്രീകൾ അവിടെ അങ്ങനെ ശ്വാസം മുട്ടിക്കഴിയുക ഇയാളുടെ ഈ പുരുഷന്റെ ആധിപത്യത്തിന് കീഴിൽ. അങ്ങനെ അതാണ് വേഗം അങ്ങോട്ടാ പോവാ. അതുകൊണ്ടെന്ത് വേണ്ട, അങ്ങനെ ഒരു നാഥനും വേണ്ട, ഒരു ലീഡറും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും ഒന്നിച്ച് അങ്ങോട്ട് ജീവിക്കാം. അതാ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു വലിയ സ്വാതന്ത്ര്യമായി, വലിയ ഒരു എന്താ പറയാ, ഒരു ആഘോഷമായിട്ട് അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പ്രായോഗികമായ ഒരു സംഗതിയല്ല. പറയാനിങ്ങനെ മനോഹരമായിട്ട് പറയാൻ ഭയങ്കര സംഗതി നടക്കൂല. സംഗതി നടക്കണമെങ്കിൽ ഇത് ഈ കുടുംബത്തിനൊരു നാഥൻ വേണം. നാഥൻ എല്ലായിടത്തും വേണം, കുടുംബത്തിലും വേണം. നാഥനാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ നാഥൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മൾ പറയാം നാഥനില്ല കളരി. പണ്ടേ ഒരു പ്രയോഗമുണ്ട്, നാഥനില്ലാത്ത കുടുംബം. ആ കുടുംബത്തിൽ എന്തു ആവും, എങ്ങനെയും നടക്കും. അല്ലെങ്കിൽ അതിന് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥ. നാഥൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സംരക്ഷകനാണ്. കയ്യും ഖിവാം എന്നൊക്കെ പറഞ്ഞത് അറിയോ? കാര്യദർശി കാര്യങ്ങൾ അല്ലെ, സെക്രട്ടറിക്ക് കയ്യും എന്ന് പറയില്ലേ, ഉറുദുവിലൊക്കെ പറയും, അറബിയിലും പ്രയോഗമുണ്ട്. ആരാണ് കയ്യും എന്ന് പറഞ്ഞാൽ? കാര്യദർശി എന്നാണ്. കാര്യങ്ങളെ നോക്കി നടത്തി ലീഡ് ചെയ്യുന്ന, ഒന്നിച്ച് ക്രോഡീകരിച്ച് ഏകോപിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന, അതിനെ നയിക്കുന്ന ആ ഒരാളാണ്. ഇങ്ങനെ നയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആദ്യം ഏകാധിപതിയാവുന്നും സ്വച്ഛാധിപതിയാവുന്നും അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കും, അടിമത്തം അടിച്ചേൽപ്പിക്കുന്നൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയല്ല. നാഥൻ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ഒരാൾക്ക് നാഥൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. ഒരു കുട്ടിക്ക് നാഥൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? അനാഥൻ. നമ്മൾ പറയല്ലോ, പടച്ചോനെ ആ കുട്ടി അനാഥനാണ്, ആ കുട്ടികൾ അനാഥരായി. എന്താ ഇതിന്റെ അർത്ഥം? ആ കുട്ടികൾക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആളില്ല, സംരക്ഷിക്കാൻ ആളില്ല, അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ആളില്ല, അവരുടെ കാര്യങ്ങൾക്കൊന്നും ആളില്ല, അവർക്ക് നാഥനില്ല. കുടുംബത്തിന്റെ നാഥൻ എന്ന ഈ ഉത്തരവാദിത്തം പുരുഷൻ ഈ അർത്ഥത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഈ കുടുംബത്തെ ഇങ്ങനെ സംരക്ഷിച്ച്, ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തി, അവരിങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനുള്ള ചുമതല, കുടുംബത്തിന്റെ നാഥൻ എന്ന ചുമതല പുരുഷനാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പുരുഷന്മാരിത് ഏറ്റെടുക്കണം. ചില പുരുഷന്മാരെങ്കിലും ഇത് ഏറ്റെടുക്കുന്നില്ല. ചിലര് ഏറ്റെടുക്കുന്നില്ല. അവർക്കിങ്ങനെ എന്താ പറയാ, കറങ്ങിയെടുക്കാം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഭാര്യയുടെ മക്കളുടെ ഉത്തരവാദിത്തം, കുടുംബത്തിന്റെ കാര്യം ഒന്നും മൂപ്പർക്ക് അറിയില്ല. എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾ അവിടെ വീട്ടിൽ ചോദിക്കണം. ഇയാൾ സ്വയം ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വന്നിട്ട് ഇയാൾ ഇങ്ങനെ ഒരു സിറ്റൗട്ടിലെ വാപ്പയായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെ സിറ്റൗട്ടിലെ വാപ്പയായിട്ടും കറങ്ങി നടന്നിട്ട് പീഡിയ കൊലായിലെ മറ്റേ നറുക്കുകാരനായിട്ടും നമ്പറുകാരനായിട്ടും അങ്ങനെ നടക്കാൻ പറ്റില്ല. പുരുഷൻ കുടുംബത്തിന്റെ നാഥൻ. ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കുടുംബമുണ്ടോ, ആ കുടുംബത്തിന്റെ നാഥൻ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്റെ മേൽ, ഭർത്താവ് എന്ന നിലക്ക്, ബാപ്പ എന്ന നിലക്ക്, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ മകൻ എന്ന നിലക്ക് പുരുഷന്റെ മേൽ ചുമത്തിയിട്ടുള്ള. അപ്പൊ ആരെങ്കിലും ഇങ്ങനത്തെ എല്ലാവരും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെ മനസ്സിൽ വെച്ചുകൊണ്ടും നമ്മൾ പറയാണ്, അത് ശരിയായ നിലപാടല്ല. പുരുഷൻ കുടുംബത്തിന്റെ നാഥൻ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. രണ്ടാമത്തെ ഒരു കാര്യം അതിൽ വേറെ പലപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി പുരുഷൻ ആഗ്രഹിച്ചാലും ചിലത് അവിടുന്ന് കൊടുക്കില്ല. ഒരു കാര്യം ഇന്നയാള് പറഞ്ഞു, ആഹാ മൂപ്പരാരാത് പറയാൻ എന്ത് ചെയ്യും? മൂപ്പരാരാത് പറയും, ഇവിടുത്തെ കാര്യം ഞാനാ തീരുമാനിക്കുന്നത്. അങ്ങനെയുണ്ട്. മൂപ്പർക്ക് അവിടെ ഒരു വിലയില്ല, ഒരു വയസ്സും ഇല്ല, ഒന്നുമില്ല. മൂപ്പരിങ്ങനെ ഈ പറഞ്ഞ അത് ഈ പറഞ്ഞ ഉഴപ്പുകൊണ്ട് ആയതല്ല, അത് വേറെ ചില സംഗതികളുണ്ട് അവിടെ ആക്കിയെടുത്തതാ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ ഒരു വായന ഉണ്ട്.
അത് ഈ വീടിന്റെ ഉമ്മറപ്പടി പൊന്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ വീടിന്റെ ഉമ്മറപ്പടി പൊന്തി നിന്ന് കഴിഞ്ഞാൽ തട്ടിത്തടഞ്ഞ് വീടാൻ എപ്പോഴും വീഴുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊന്ന് ശരിയാക്കണമെന്ന് തന്റെ മകന്റെ ഭാര്യയുടെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് മനസ്സിലാക്കിയപ്പോ മകനില്ലാത്ത സമയത്ത് വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപദേശം കൊടുത്തിട്ട് പോയി. എന്നിട്ട് വാപ്പ വന്നപ്പോ അത് പറഞ്ഞു, മകൻ വന്നപ്പോ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രത്തിലൊരു സംഭവം വായിക്കാം. അത് അത്ര കണ്ടാൽ മതി. എന്നാൽ പോലും ഈ ഉമ്മറപ്പടി പൊന്തി നിൽക്കുക എന്ന് പറഞ്ഞ പരിപാടി ചിലയിടത്തൊക്കെ വീടുകളിലുണ്ട്. ഇയാൾക്ക്, ഈ മനുഷ്യനൊരു വിലയില്ല, എല്ലാ കാര്യങ്ങളും അവിടെ. അങ്ങനെയല്ല. അപ്പൊ പുരുഷൻ കുടുംബത്തിന്റെ നാഥൻ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ, ഏറ്റെടുക്കണം. അത് വകവെച്ചു കൊടുക്കാൻ ഭാര്യക്കും സ്ത്രീകൾക്കും വീട്ടിലുള്ളവർക്കും ബാധ്യതയുണ്ട്. അത് വകവെച്ചു കൊടുക്കണം. കുടുംബനാഥൻ അതാണ്. അപ്പൊ ഈ കുടുംബനാഥൻ പിന്നെന്താ ചെയ്യണ്ടേ? കുടുംബനാഥൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കുടുംബനാഥൻ എന്ന നിലക്ക് പുരുഷനെ ഈ ചുമതല കൊടുത്തിട്ട് അദ്ദേഹം ഇത് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാം. അപ്പൊ ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാൻ തന്റെ ഇച്ഛകളോ അഭിപ്രായങ്ങളോ അടിച്ചേൽപ്പിക്കുക. അവർക്കൊന്നും അഭിപ്രായമില്ല, അങ്ങനെയല്ല. ജനാധിപത്യം എന്ന് നമ്മളിപ്പോ പറയുന്നൊരു വാക്കാണ്. ഇതിന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ വേറൊരു വാക്കെന്ന് വെച്ചാൽ ഷൂറ എന്നാണ്. അംറുഹും ഷൂറ ബൈനഹും. അവരുടെ കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ആരുടെ? സത്യവിശ്വാസികളുടെ കാര്യം. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത്ത വഅംറുഹും ഷൂറ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. വിശ്വാസികളുടെ ഗുണങ്ങളിൽ അവർ റബ്ബിന്റെ വിളിക്ക് അവർ ഉത്തരം കൊടുക്കും, നമസ്കാരം കൃത്യമായി നിലനിർത്തും. വഅംറുഹും ഷൂറ ബൈനഹും. അവരുടെ കാര്യങ്ങളൊക്കെ കൂടിയാലോചിച്ച് തീരുമാനിക്കും. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു തആല അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കും. വിശ്വാസികളുടെ ഗുണങ്ങൾ ഇപ്പൊ നിസ്കാരം പോലെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് പോലെ, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകുന്നത് പോലെ വിശ്വാസികളുടെ ഒരു ഗുണമായിട്ട് പറഞ്ഞെന്താണെന്നറിയാം? കാര്യങ്ങൾ കൂടിയാലോചിച്ച്. ഈ കൂടിയാലോചന എന്നൊക്കെ ജനാധിപത്യം, എന്താ പറയാ, ഡെമോക്രസി, ചർച്ച, അഭിപ്രായം, ഇതൊക്കെ നമ്മളിപ്പോ പുതിയ വാക്കുകൾ പറയുന്നതാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാലോചിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പന രൂപത്തിൽ പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക് എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് താങ്കൾ അവരോട് വളരെ മൃദുവായി പെരുമാറി. താങ്കൾ ഒരു പരിശക്കാരനും ഒരു കഠിനഹൃദയനും ഒരു പരിശ സ്വഭാവിയും ഒക്കെ ആയിരുന്നുവെങ്കിൽ അവര് താങ്കളെ വിട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകരെ, ഇനി എന്തു വേണമെന്നറിയോ? വശാവിറുഹും ഫിൽ അംർ എന്ന് പറഞ്ഞു. അവരോട് കാരുണ്യം കാണിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, വശാവിറുഹും ഫിൽ അംർ. കാര്യങ്ങളിൽ അവരോട് കൂടി ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റൈൽ കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി സാധ്യമായിടത്തോളം വഹയ്യ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയ്യ്, കൃത്യമായ കൽപ്പന, അതിന് പിന്നെ കൂടിയാലോചനയില്ല. അത് പിന്നെ കൂടിയാലോചിക്കാൻ വകുപ്പില്ല. അതില്ലാത്തവരുടെ എല്ലാ പൊതുവിഷയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ കൂടിയാലോചിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. അതിനിർണായക ഘട്ടങ്ങളിൽ വരെ ബദ്റിൽ എവിടെയാണ് നമ്മുടെ സൈന്യം തമ്പടിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് ഇവിടെ നിൽക്കാം. അപ്പൊ ആളുകൾ ചോദിച്ചു, നബി ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ, ഇത് വഹിയാണോ? അല്ല, വഹിയല്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ട്, ഇവിടെയല്ല, നമ്മൾ അപ്പുറത്താണ് നല്ലത്. ഓക്കെ, അപ്പുറത്തേക്ക് പോവാം, അതാണ് നല്ലതെങ്കിൽ അത്. ഇതാണ് കൂടിയാലോചന എന്ന് പറഞ്ഞാൽ ആളുകളോട് കൂടിയാലോചിച്ച് തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാ, അല്ലെ? അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും ഒരു ശൂറ രൂപീകരിച്ചിട്ടാണ് മരിച്ചുകൂടെ കൂടിയാലോചന സമയത്ത്. ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിട്ട് പറഞ്ഞ ആദ്യത്തെ കാര്യം ഇന്നയാൾ കുറെ ആളുകളുടെ പേരെഴുതിയിട്ട് പറഞ്ഞു, ഇവരാരും മദീന വിട്ടു പോകാൻ പാടില്ല. പലയിടത്തും വിശാലമായ സൗകര്യങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവിടെ ഒന്നും പോകാൻ പാടില്ല. നിങ്ങൾ ഇവിടെ വേണം. എന്താണെന്നറിയോ? എനിക്ക് കാര്യങ്ങളിൽ കൂടിയാലോചിക്കാനുണ്ട്. അപ്പൊ ഈ സ്വഭാവം, ഇത് ഭരണത്തില്, അധികാരത്തില്, ഭരണാധികാരികൾ, നേതാക്കന്മാർ, ഇത് കുടുംബത്തിലുണ്ട്. കുടുംബത്തിലും കൂടിയാലോചിക്കുക. അപ്പൊ കൂടിയാലോചിച്ച് ബാപ്പയും മക്കളും ഭാര്യയും എല്ലാവരും കൂടിയാലോചിച്ചിട്ട് നല്ല ഒരു തീരുമാനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുക. അതിന് നേതൃത്വം നൽകുക എന്നതാണ് കുടുംബനാഥൻ എന്ന് പറയുന്നത്. ഇത് പുരുഷനാണെന്ന്. അത് പുരുഷാധിപത്യം ആയതുകൊണ്ടല്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല പറയാം, 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, 2 കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു തആല ചിലരെക്കാൾ ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ഇതിമൊക്കെ പിടിച്ചിട്ട് ഭയങ്കര വിമർശനപ്പോ. ചിലരെക്കാൾ പ്രത്യേകത. അപ്പൊ സ്ത്രീകളെക്കാൾ പുരുഷൻ പ്രത്യേകതയുള്ളവനാണെന്ന് പറഞ്ഞു, കേമനാണെന്ന് പറഞ്ഞു എന്ന്. ഇവിടെ സ്ത്രീകളെക്കാൾ പുരുഷൻ മുന്തിയവനാണെന്നും പുരുഷനേക്കാൾ സ്ത്രീ മോശമാണെന്നും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. എന്താ പറഞ്ഞത്? പുരുഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അത് വളരെ ശരിയല്ല. ഒരു സംഗതിയെ ലീഡ് ചെയ്യാൻ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ
ശാരീരികവും മാനസികവുമായി താരതമ്യേന പൊതുവെ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന് പ്രാപ്തി കൂടുതലാണെന്ന്. ഇത് പ്രകൃതിയാണ്, ഇത് പ്രകൃതിയിലാണ്, പ്രകൃതിയിലുള്ളതാണ്. സ്ത്രീയും പുരുഷനും തുല്യരല്ല. സ്ത്രീ പുരുഷ തുല്യത സമത്വം എന്ന് പറയും സാധ്യമല്ല. അത് ഞാനൊരു പിന്തിരിപ്പനായിട്ട് പറയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പിന്തിരിപ്പത്വം എന്നൊക്കെ പറയും. സ്ത്രീ പുരുഷ സമത്വം സാധ്യമല്ല. കാരണം സ്ത്രീകൾക്ക് കഴിയാൻ കഴിയുന്ന പലതും പുരുഷന് ചെയ്യാൻ കഴിയില്ല. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ലാളിച്ച് അല്ലെ, ഒരൊറ്റ ദിവസം ഒരാണിനെ ഒരൊറ്റ ദിവസം ഒരു കുട്ടിനെ ഏൽപ്പിച്ചു പോയാൽ മതി, തീർന്നു വരണം അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ 2, 4, 8, 10, 12 ഒക്കെ പ്രസവിച്ച അല്ലെ, അങ്ങനെ പോറ്റി വളർത്തിയ പുരുഷന് കഴിയില്ല. അപ്പൊ ഇതുപോലെ പുരുഷന് വാങ്ങണം എന്ന് പറഞ്ഞാൽ സാധ്യല്ല. പുരുഷൻ ചെയ്യുന്ന പല സംഗതികളും അല്ലെ, പുരുഷന് കായികക്ഷമതയിൽ പുരുഷനും സ്ത്രീയും തുല്യരല്ല. എല്ലാവർക്കും അറിയാലോ അല്ലെ. ഫുട്ബോൾ ടീമുകളൊന്നും ഇപ്പുറത്തെ ഒരു പുരുഷ ടീം ഇപ്പുറത്തെ ഒരു സ്ത്രീകളുടെ ടീം നടക്കുന്ന ലോകത്തെ ഏതെങ്കിലും ഒരു കളി നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു ടീമിൽ തന്നെ പുരുഷന്റെ ടീമിൽ സ്ത്രീയും പുരുഷനും മിസ്സായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെ. ഓട്ടത്തിൽ ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ഓടിയിട്ടുള്ള ഒരു സ്ത്രീകൾ, ഉസൈൻ ബോൾട്ടിനെ അല്ലെങ്കിൽ എന്താണ് ബെൻ ജോൺസനെ അങ്ങനെ ആരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ ഈ സ്ത്രീകൾ കൂട്ടിയിട്ട് ഓട്ടുന്നത് ഇല്ല. എന്താണ് ഒരു സത്യ, ഒരു പ്രകൃതി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച ഒരു പ്രകൃതി. ഈ പുരുഷനെ പോലെ മസിൽ അവിടെ ഇല്ല. പുരുഷനെ പോലെ മസ്ലിന്മാരായിട്ട് സ്ത്രീകൾ മാറിയ കുഴപ്പമാണ്. അതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. എന്തുകൊണ്ട് പ്രവാചകന്മാർ പുരുഷന്മാർ മാത്രമായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. അതികഠിനമായ ഭാരങ്ങൾ പേറാനും ടെൻഷൻ അനുഭവിക്കാനും കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും താരതമ്യേന പ്രകൃതിയിൽ സ്ത്രീകളെക്കാൾ പുരുഷന് കഴിവുണ്ട്. ഇനി ഒറ്റപ്പെട്ട സ്ത്രീകളുണ്ട് അവിടെല്ലേ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട സംഗതികൾ, അത് പൊതു കാര്യങ്ങളിലുള്ള പൊതുവിഷയങ്ങളിൽ ഉണ്ടാകുന്ന അപവാദങ്ങളാണ്. അത് അപവാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതായത് ഏതൊരു കാര്യത്തിലും ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരു എക്സെപ്ഷനുകൾ ഉണ്ടാവും. ആ ഒരു സംഗതിയാണ്. അതല്ലാതെ പുരുഷൻ. അപ്പൊ ഇതാണ് ഇവിടെ കുടുംബത്തിലെ രാവിലെ എണീറ്റ് 6 മണി 5 മണി 4 മണിക്ക് എണീറ്റ് പോയിട്ട് രാത്രി 10 മണി 12 മണി വരെ റോട്ടിലൂടെ അടഞ്ഞ് തിരിഞ്ഞ് അങ്ങാടിയിലൂടെ വണ്ടി ഓടിച്ച് ഓട്ടോറിക്ഷ എടുത്ത് പെയിന്റും പണി എടുത്തിട്ട് കോൺക്രീറ്റ് പണി എടുത്ത് പാലം പണി മരത്തുമ്മ കയറി തേങ്ങട്ട് ചക്കട്ട് മാങ്ങട്ട് മരം വെട്ടി മുറിച്ച് നാട് ഇങ്ങനെ തെണ്ടിക്കറങ്ങി പിടിച്ച് തന്റെ കുടുംബത്തിന് വേണ്ട വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ഈ പുരുഷനെ പോലെ പെണ്ണിന് കഴിയില്ല. ശാരീരികമായും മാനസികമായുള്ള പ്രശ്നമുണ്ട്. ഉണ്ടെന്നത് സത്യമാണ്, ഇല്ലെന്ന് പറയുന്നത് സത്യത്തെ കൊഞ്ഞനം കുത്തല. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അപ്പൊ അല്ലാഹു തആല ഈ ഒരു ഘടന വെച്ചത് അത് ഒന്നും മുന്തിയതോ ഒന്നും മോശമല്ല. ഓരോരുത്തർക്കും അതിന്റെ ധർമ്മമുണ്ട്. തുല്യതയാണല്ല, നീതിയാണ്. ഇസ്ലാമിൽ ഈ തുല്യത എന്ന് പറഞ്ഞ സംഗതി എല്ലാത്തിലും തുല്യത, എല്ലാവരും സമമല്ല, തുല്യതയല്ല. ഒരാൾക്ക് ഇത്ര കഴിച്ചാൽ വയറും വിശപ്പ് മാറുവാണെങ്കിൽ വേറൊരാൾക്ക് ഇത്ര കഴിച്ചാലേ വയറും വിശപ്പ് മാറുകയാണെങ്കിൽ 2 ഉത്തരം കൊടുത്താൽ അത് തുല്യതയാണ്, പക്ഷെ നീതിയല്ല അല്ലെ. ചെറിയൊരു കുട്ടിക്ക് ആവശ്യമുള്ളത് ചെറിയ കുട്ടിക്ക്, വലിയൊരു കുട്ടിക്ക് ആവശ്യമുള്ളത് വലിയ കുട്ടിക്ക് കൊടുക്കുമ്പോഴേ അത് നീതിയാവുള്ളൂ. ചെറിയവന് ഇത്രേ കൊടുത്താൽ അതുകൊണ്ട് വലിയവനും ഇത്രേ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നീതിയല്ല, അത് തുല്യതയാണെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു തുല്യത ഇല്ല. തുല്യതയല്ല, നീതിയാണ് ആവശ്യം. അപ്പൊ എല്ലാ കാര്യത്തിലും അനീതി ഒരാളോടും, സ്ത്രീയോടും കാണിച്ചിട്ടില്ല, പുരുഷനോടും കാണിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ നമ്മുടെ ദീനോ കാണിച്ചിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമാണ്. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പുരുഷൻ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ നാഥനാണ്. ആ നാഥൻ എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ആ നാഥൻ എന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് പിന്നെ അതിനപ്പുറത്ത് തടസ്സം നിൽക്കുക, അതിനപ്പുറത്ത് മറികടന്നുകൊണ്ട് ഏറ്റെടുത്തുകാണ്ട് പുരുഷനെ സൈഡാക്കുന്ന പരിപാടികൾ, അതൊന്നും നമ്മുടെ ദീനിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഒന്നാമത്തെ സംഗതി അതാ. രണ്ടാമത്തെ സംഗതി എന്താണെന്നറിയോ? ഒന്നാമത്തെ സംഗതി ശാരീരികമായ ക്ഷമത അല്ലെങ്കിൽ കഴിവ്, മാനസികമായ യോഗ്യത, കുടുംബമെന്ന ഈ ചുമതല ഏറ്റെടുത്ത് നടത്താൻ പുരുഷനുണ്ട്. ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. രണ്ടാമത്തെ കാര്യം വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. കുടുംബത്തിന്റെ സാമ്പത്തിക ചുമതല മുഴുവനും പുരുഷനാണ്. സാമ്പത്തിക ചുമതല മുഴുവൻ പുരുഷനാണ്. അവിടെ ഭാര്യയുടെ എല്ലാ ചെലവുകളും നടത്തി കൊടുക്കണം പുരുഷൻ. എല്ലാ ചെലവും നടത്തി. കുട്ടികളുടെ, കുടുംബത്തിന്റെ എല്ലാ സാമ്പത്തിക, ഒരു പൈസ എടുത്തിട്ട് ഭാര്യക്ക് കുടുംബത്തിന് ചെലവാക്കാനുള്ള ബാധ്യതയില്ല. അനന്തരാവകാശം കിട്ടി. അത് ഞാൻ പണ്ടാണ് ചിറ്റിട്ടുക എന്ന് പറഞ്ഞു. ചിട്ടിട്ടൊക്കെ ആദ്മിട്ടൊക്കെ അതുമിട്ടൊക്കെ ഇട്ടു. ഭർത്താവ് കൂടെ അങ്ങനെ നട്ടം തിരിഞ്ഞതൊക്കെ കൂടി കൊടുത്തില്ല. ഒരു ബാധ്യതയില്ല. എന്നാ കൊടുക്കണ്ടേ? കൊടുത്താൽ നല്ലതല്ലേ, കുഴപ്പമില്ല. അതാണ് റസൂലിനകത്ത് വന്നിട്ട് സ്വഹാബി വനിത ചോദിക്കുന്നുണ്ട്, നബി എന്റെ അടുത്ത് എനിക്ക് സദക്ക ചെയ്യാനുണ്ട്, എന്റെ അടുത്ത് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവാണ് ഈ പാവം, കൊടുക്കണോ? നബി പറഞ്ഞു കൊടുത്തേക്ക് നല്ലതല്ലേ, എനിക്ക് 2 കൂലി കിട്ടും. കൂലിയുള്ളൂ,
നിനക്ക് 2 കൂലി, ഒന്ന് നിനക്ക് ബന്ധം ചേർത്ത കൂലിയും കിട്ടും, മറ്റൊന്ന് നിന്റെ സദക്കന്റെ കൂലിയും കിട്ടും. അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ പരിഗണിച്ചേക്കെന്ന് പറഞ്ഞു നിങ്ങൾ സദക്കയായിട്ട് കൊടുക്കുക. ഭാര്യയുടെ സ്വത്ത് ഭർത്താവിന് ഒരിക്കലും അതിന്റെ പേരിൽ ഒരു അവകാശമില്ല. പെണ്ണ് പണിയെടുത്ത് കുടുംബം പോറ്റണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോകാൻ പാടില്ല എന്നുണ്ടോ? പോവാം. അവരുടെ സമ്പാദ്യം അവരുടെ സമ്പാദ്യം അവർ കുടുംബത്തിന് എടുക്കാം, നല്ലതാണ്. ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ്, അല്ലേ? അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ, അതുപോലെ നല്ല കാര്യമാണ്. സഹകരണമില്ലേ? നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ പ്രസ്ഥാനം കൂടിയാണ്. അപ്പൊ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കാം, കുറ്റത്തിലും പാപത്തിലും നിങ്ങളുടെ സഹകരണം വേണ്ട എന്ന് പറഞ്ഞില്ലേ? ആ സഹകരണ പ്രസ്ഥാനം കുടുംബം കൂടിയാണ്. അപ്പൊ ഭാര്യയുടെ കയ്യിലുണ്ട്, ഭർത്താവിന് കുറച്ച് ക്ഷീണാണ്, സഹായിക്കുന്നു കൊടുക്കുന്നു, നല്ലതാ. പക്ഷെ നിയമപരമായി പറഞ്ഞാൽ, കോടതിയിൽ ചെന്ന് പറഞ്ഞാൽ ആരാ കുടുംബം നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ, ഹാക്കിമിന്റെ അടുത്ത്, ഖാദിയുടെ അടുത്ത് വിഷയം എത്തിയാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ചുമതല ഉത്തരവാദിത്തം ആർക്കാണ്? സമ്പന്നയാണ് ഭാര്യ, ഭർത്താവ് ദരിദ്രനാണ്. ആ സമ്പന്നയായ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് എടുത്ത് ചെലവഴിക്കണം, അവളാണ് നടത്തേണ്ടതെന്ന് വാദിക്കാൻ ഭർത്താവിന് ഒരു അവകാശമല്ല. ഈ ഉത്തരവാദിത്തമാരുടെ മേൽ ചുമത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ് പുരുഷൻ. അപ്പൊ സാമ്പത്തിക ബാധ്യത മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്ന പുരുഷൻ, അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായി താരതമ്യേന ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കഴിവും യോഗ്യതയും പ്രകൃതിയാ തന്നെ നൽകപ്പെട്ടിട്ടുണ്ട് പുരുഷന് എന്നതുകൊണ്ട് കുടുംബത്തിന്റെ നാഥന വേണം. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ നാഥനല്ല, കളരി ആവരുത്. ചില സംഗതികളൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ അവിടുത്തെ പറഞ്ഞാൽ അവിടെ ഒരു നാഥല്ല. നമ്മൾ കേൾക്കണേ, അവിടെ ഒരു നാഥല്ല. അപ്പൊ രാവിലെ അങ്ങനെ നടക്കും, കുട്ടികൾ തോന്നിയ പോലെ അങ്ങനെ നടക്കും. കുടുംബം എന്ന് പറയുന്നത് വളരെയേറെ ചിട്ടയോടുകൂടി, വളരെയേറെ സെറ്റപ്പോടുകൂടി നടക്കേണ്ടെന്ന്, വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നടക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്. അപ്പോഴാണ് ഇനി പറയാൻ പോകുന്ന അടുത്ത ആഴ്ചകളിലൊക്കെ നമ്മൾ ഇനി പറയാൻ ആഗ്രഹിക്കുന്ന ചില സംഗതികളില്ലേ, ആ സംഗതികളൊക്കെ വളരെ മനോഹരമായിട്ട് ആ കുടുംബത്തിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ദീൻ എന്തെന്ന് പറഞ്ഞു, അത് പ്രകൃതിയാണ്. ദീനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഫിത്റത്തുല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. പടച്ച റബ്ബ് പടച്ച പ്രകൃതിയാണ് ഈ ദീൻ. ഈ ദീനിന്റെ ഈ പ്രകൃതിക്ക് മാറ്റല്ല. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ ദീനിൽ കാണാം, ഖുർആനിലും ഹദീസിലും കാണാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ പ്രായോഗികമായിട്ട് സ്വീകരിക്കണം. തത്വത്തിലല്ല, പ്രയോഗത്തിലും കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പൊ കുടുംബം എന്ന ഈ സംവിധാനത്തെ സംബന്ധിച്ച് അതിന്റെ ഭരണക്രമം, അതിന്റെ ആ ഉത്തരവാദിത്വം, ചുമതല എന്ന സംഗതികളെ സംബന്ധിച്ച് നല്ല ബോധ്യത്തോടു കൂടി അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ റബ്ബിനോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും, അല്ലെ? നമുക്ക് ഇന്നലെയൊക്കെ നല്ല മഴയാണ് കിട്ടിയത്. നമ്മളിങ്ങനെ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുക. ആരോട് പറയാനുണ്ട്? റബ്ബിനോടല്ലാതെ നമുക്ക് ഒരോടും പറയാനില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തണ്ട, തുടർന്നുകൊണ്ടേയിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസപ്പെടുത്താതിരിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളും മറ്റും കാര്യങ്ങളൊക്കെ നടന്നതിന്റെ റിസൾട്ടുകളൊക്കെ വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയാറുള്ള സംഗതിയുണ്ട്, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായി നമുക്കിടയിൽ ഉണ്ടാകുന്ന കാര്യമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വീക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നമ്മുടേതായ നിലപാട് തറ വിട്ടിട്ട് പെരുമാറരുത് എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സഹോദരന്മാരാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിരുന്നാലും നമ്മൾ സഹോദരന്മാരാണ്. നമ്മൾ വിശ്വാസികൾ എന്ന നിലക്കും മനുഷ്യരെന്ന നിലക്ക്. അതുകൊണ്ട് നമ്മുടേതായ സംസ്കാരത്തിന് യോജിക്കാത്ത സംഗതികളൊന്നും, ഞാൻ പറഞ്ഞപ്പോൾ ആഹ്ലാദ, ആഘോഷം, അങ്ങനെ പലതും ഉണ്ടാവുക. അപ്പോഴൊന്നും നിലവിട്ട് പോകാതിരിക്കാൻ, അല്ലെ? ഒരു മറ്റുള്ളവരെ നിന്ദിക്കുന്ന, ആക്ഷേപിക്കുന്ന ആ രൂപത്തിലുള്ള ഓരോ വാക്കുകളിലേക്കോ പ്രവർത്തനങ്ങളിലേക്കോ ഒന്നും പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രാർത്ഥിക്കണം. നാടിനും സമൂഹത്തിനും, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹം ടാർഗറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത വംശീയ വിരോധം, ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ 2ാം നമ്പറുകാരാണെന്ന്
മുസ്ലിങ്ങൾ രാജ്യത്ത് 2ാം നമ്പറുകാരാണ്, അവർക്ക് മറ്റുള്ളവരെ പോലുള്ള അധികാരാവകാശങ്ങളൊന്നുമില്ല എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരം ക്യാമ്പയിനുകൾ ശക്തമായി നടക്കുന്ന ഒരു കാലത്ത് ഇതിനെയൊക്കെ അതിജീവിച്ച്, ഇതിനെയൊക്കെ അപ്പുറത്ത് മനുഷ്യരെ ഒന്നായിട്ട് കണ്ട്, എല്ലാവരെയും ഒന്നായി ചേർത്ത് പിടിച്ച് കണ്ട് മുമ്പോട്ട് പോകുന്ന അധികാരികളും ഭരണാധികാരികളും ഒക്കെ നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നല്ലതിനായിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ലഘൂകരിച്ചു തരുമാറാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ രൂക്ഷമാണ്. ഇന്നിപ്പോ ഗ്യാസിനൊക്കെ ഒമ്പിച്ച വില കൂടിയിരിക്കുക. 1000 ഉറുപ്പ്യൊക്കെയാണ് ഒരു കുറ്റിമ കൂടിയിരിക്കണം നല്ലത്, ഒരു സിലിണ്ടറിനൊക്കെ. ഇങ്ങനെ നമ്മുടെ ജീവിതം പ്രയാസത്തിലായിക്കൊണ്ടിരിക്കുക. അതൊക്കെ ആഗോള പ്രശ്നങ്ങളുടെ ഭാഗം കൂടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ നല്ല രൂപത്തിൽ ഒരു മാന്യമായ പരിഹാരം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ താങ്ങും തണലും കനിവും കരുണയും എല്ലാ സമയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥാ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാൻ. പാപങ്ങളൊക്കെയും പുറത്ത് ശുദ്ധമായ അവസ്ഥയിൽ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ നാഥാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ, ആശ്വാസം നൽകണേ തമ്പുരാനെ. രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. അഥവാ പരീക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അതിനെ ക്ഷമയോടെ സഹനത്തോടെ നേരിടാൻ ഞങ്ങൾക്ക് കരുത്തും കഴിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم صلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.